കണ്ണൂർ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം 2025ന്റെ ഭാഗമായി വർണ്ണോത്സവം എന്ന പേരിൽ ജില്ലാതലത്തിൽ വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് സ്കൂളിൽ അരങ്ങേറിയ മത്സരങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി ഉദ്ഘാടനം ചെയ്തു. തെറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് പറയണം? നോ നോ, ഇല്ലില്ല, എനിക്ക് പറ്റില്ല, അല്ലേ? കൂട്ടുക ഇനിയിപ്പോൾ LP കഴിഞ്ഞ് UP ക്ലാസ് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ മുതിർന്ന കുട്ടികൾ തന്നെ ആയിരിക്കും പറയുന്നത്, എടാ നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, അല്ലേ? നിനക്ക് കണക്കിന് പ്രയാസമാണോ, കണക്ക് ചെയ്യാൻ പ്രയാസമാണോ, മറന്നു പോകുന്നുണ്ടോ എങ്കിൽ ഇതൊന്ന് കഴിച്ചാൽ മതി, നല്ല എല്ലാം നന്നായിട്ട് നമുക്ക് മനസ്സിലാകും, ഓർമ്മയാകും എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നിങ്ങളെന്ത് ചെയ്യും? കൊള്ളാമല്ലോ, ഒന്ന് പരീക്ഷിക്കുക, അങ്ങനെ ചിന്തിക്കുമോ? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? എനിക്കറിയാം, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, നന്നായിട്ട് പഠിച്ച് കണക്കൊക്കെ ദിവസവും ചെയ്ത് പഠിച്ചെങ്കിലേ എന്ത് പറ്റത്തുള്ളൂ, അത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ, അല്ലേ? അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമല്ല, അത് കുറുക്കുവഴിയൊന്നും കൊണ്ട് എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് അവിടെ എന്ത് പറയണം? നോ പറയണം. ശിശുദിനത്തിന്റെ ഭാഗമായാണ് കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചത്. LP വിഭാഗം പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന ആളെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കും. തുടർന്നു വരുന്ന സ്ഥാനങ്ങൾ അനുസരിച്ച് പ്രസിഡന്റ്, സ്പീക്കർ എന്നീ നിലകളിലെ സ്ഥാനങ്ങളും ലഭിക്കുമെന്ന തരത്തിലായിരുന്നു പരിപാടികൾ. ഇത്തരത്തിൽ റിസ ഫാത്തിമ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി, ആഹ്ലാദ രാജേഷ് പ്രസിഡന്റും കൃഷ്ണേന്ദു രാജേഷ് സ്പീക്കറായും തെരഞ്ഞെടുക്കപ്പെട്ടു. നവംബർ 14 ശിശുദിനത്തിൽ നടക്കുന്ന റാലിയെ ഈ കുട്ടികൾ നയിക്കും. പരിപാടിയിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ വൈസ് പ്രസിഡന്റ് P. സുമേഷൻ മാസ്റ്റർ, TTI പ്രിൻസിപ്പൽ അഞ്ജന, ജോയിന്റ് സെക്രട്ടറി UK ശിവകുമാരി, ട്രഷറർ വിഷ്ണു ജയൻ, എക്സിക്യൂട്ടീവ് അംഗം പ്രവീൺ രുക്മ, MP ഗോകുൽ തുടങ്ങിയവർ സംസാരിച്ചു. ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി KM രസിൽരാജ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് NT സുധീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ചു. സമിതി സംഘടിപ്പിച്ച വിവിധ മത്സര പരിപാടികളുടെ വിജയികൾക്ക് സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സുമേഷൻ മാസ്റ്റർ ഉപഹാര വിതരണവും നടത്തി. സിറ്റി ന്യൂസ്, കണ്ണൂർ.